ഹലോ, നമ്മൾ കണ്ടിട്ട് കുറച്ചേറെ ദിവസങ്ങളായി അല്ലേ. അപ്പോൾ എനിക്ക് നല്ല സുഖമില്ലാതൊക്കെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടാണേ വീഡിയോസ് ഒന്നും ഇല്ലാതിരുന്നത്. സുഖമില്ലാത്ത ഞാൻ വേറൊരു അസുഖക്കാരനെയും കൊണ്ട് ആശുപത്രി കയറി ഇറങ്ങുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മുടെ വീട് പണിയുന്ന സ്ഥലത്ത് ആരോ കൊണ്ട് ഉപേക്ഷിച്ച ഒരു പൂച്ചക്കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ തീരെ വയ്യ പുള്ളിക്ക്. നമ്മൾ വീട്ടിലെടുത്തുകൊണ്ട് വന്നിട്ട് പിറ്റേ ദിവസം മുതൽ ഒന്നും കഴിക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇവനെയും കൊണ്ട് മൃഗാശുപത്രി വരെ വന്നതാണ് കേട്ടോ. അവന് തീരെ സുഖമില്ല, ഒന്നും കഴിക്കുന്നില്ല, ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്ത അങ്ങ് ഇരിക്കുവാണേ. നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുഞ്ഞായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ ഇന്ന് പട്ടിണിയൊക്കെ ആയിട്ട് നല്ല എല്ലും തോലുമാണ് കേട്ടോ. ഈ കാണുന്ന രോമം മാത്രമേ ഉള്ളൂ. പുള്ളിയെ കൊണ്ടപ്പോൾ ആശുപത്രി വന്നിട്ട് കണ്ണിനും ഒരു ചെറിയ പരിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെപ്പിയിലാണ് ഞാൻ കൊണ്ടുവന്നത്. അവനെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ഇല്ലായിരുന്നു. കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവനാണോ അവളാണോ എന്നൊന്നും അറിഞ്ഞൂടാ കേട്ടോ. ഇരുന്നിരുന്ന പുള്ളിക്കാരിക്ക് തീരെ സഹിക്കാൻ വയ്യാതെ ഇറങ്ങി നടക്കുന്നുണ്ട്. അവിടെയൊക്കെ മാറിയിരിക്കും. പിന്നെയും ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 2 ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിറിഞ്ച് മേടിക്കാൻ പോയിട്ട് വന്നപ്പോൾ വീണ്ടും പരാതി, അതിനെ കാണുന്നില്ല, എവിടെ പോയെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് സിസ്റ്റർ തന്നെ എടുത്തുകൊണ്ട് വന്നേ. ആ ഡെപ്പിയൊക്കെ അതിൽ നിന്ന് ചാടി ഇങ്ങോട്ട് ഓടിപ്പോയി. അവരവിടെ നിന്ന് ഓടി നടന്ന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. നല്ല പരാതി. കുറച്ച് ദേഹത്തൊക്കെ അഴുക്കൊക്കെ ആയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഓടിയതാണ്. പേടിച്ച് പോയി അവരെ കണ്ടപ്പോഴേ. നമ്മളോടൊക്കെ കുറച്ച് അടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 കുത്തി കിട്ടി കേട്ടോ. 2 കാലിനും ഓരോ ഇഞ്ചക്ഷനൊക്കെ കിട്ടി. പിന്നെ അതിന് വിശപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു സിറപ്പും കൂടെ എഴുതി തന്നു കേട്ടോ. ആ സിറപ്പും കൊടുത്തു. അപ്പം കുടിക്കാനൊക്കെ കുറച്ച് പാടായിരുന്നു. എന്തായാലും കൊടുത്തു. ഇഞ്ചക്ഷനൊക്കെ എടുത്തത് കൊണ്ട് നമുക്കും ഒരു ആശ്വാസമായിരുന്നേ. പിന്നിപ്പം എന്നിട്ടോ ഇപ്പം നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. ഇവന് ആഹാരം കഴിക്കാനുള്ള മരുന്നാണോ കൊടുത്തത്, ഞങ്ങളെ കൂടെ തിന്നാനുള്ള മരുന്നാണോ കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഓടി നടന്ന് നല്ല ആക്റ്റീവായിട്ടൊക്കെ ഉണ്ട്. ഇപ്പം എന്താ പറയുന്നത്, ഞങ്ങളെക്കാട്ടിലും ഞങ്ങളുടെ വീടിൻ്റെ ഉടമസ്ഥനാണ്. അവനാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ എങ്ങോട്ട് പോകണ്ടെന്നൊക്കെ ഉള്ളതാണ്. നമ്മളെവിടെ പോയാലും ഹിറ്റ്ലർ മാധവൻകുട്ടി നടക്കുന്ന പോലെ നമ്മുടെ ഫ്രണ്ട് കാണുമേ. കണ്ടോ, എവിടെ പോയാലും പുള്ളിയുടെ അനുവാദം പറയണം. അപ്പം നമ്മൾ സിംബാന്ന് പേര് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.